മലൈക്കോട്ടെ വാലിബന്റെ ടീസർ അങ്ങനെ റിലീസായി. ഒരുപാട് രീതിയിലുള്ള എക്സ്പെക്ടേഷൻ തന്നെയാണ് സിനിമ ഇപ്പോഴും കീപ്പ് ചെയ്തിട്ടുള്ളത്. ഓരോ ദിവസം ഓരോ രീതിയിലുള്ള പല റൂമേഴ്സാണ് സിനിമയെക്കുറിച്ച് പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് ഒരു ലിജോ ജോസ് പല്ലിശ്ശേരി സിനിമ, PS റഫീഖിന്റെ സ്ക്രിപ്റ്റ് ആൻഡ് മോഹൻലാൽ, മറ്റുള്ള ലീഡിംഗ് കാസ്റ്റ്. അതിന്റെ ഫസ്റ്റ് ലുക്ക് ഇറങ്ങിയ സമയം തൊട്ടേ പല രീതിയിലുള്ള എക്സ്പെക്ടേഷൻസും അല്ലെങ്കിൽ തിയറീസും ഒക്കെ പുറത്തു വന്നിരുന്നു. അങ്ങനെ ടീസർ റിലീസായി. ആൻഡ് ആ ടീസർ സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ നീ കണ്ടതെല്ലാം നിജം, കാണാത്തതെല്ലാം പോയി, ഇതുവരെ പാത്തതെല്ലാം പോയി, ഇനി കാണപ്പോറത് നിജം എന്നുള്ള ഒരു തമിഴ് ഒരു ക്യോട്സിലൂടെയാണ് സിനിമ ആ ഒരു ടീസർ മുന്നോട്ട് പോയിട്ടുള്ളത്. ആ ഒരു ടീസർ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു റെസ്ലർ ഓപ്പോസിറ്റ് നിന്നുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് പ്രിപ്പയർ ചെയ്ത് നിൽക്കുന്ന ഒരു ചെറിയ ഷോട്ട് നമുക്ക് കാണാൻ പറ്റും കാലിന്റെ. അതുപോലെ മോഹൻലാലിന്റെ ക്യാരക്ടർ ജസ്റ്റ് ആ ഒരു ഷോൾ ഇങ്ങനെ എറിയുന്ന ഒരു സീൻ നമ്മൾ കണ്ടിരുന്നു. അതിന്റെ പോലെ തന്നെ ഒരു പോസ്റ്റർ അല്ലെങ്കിൽ ആ സെയിം ഷോട്ട് വെച്ചുള്ള ഒരു പോസ്റ്ററും മുമ്പ് റിലീസ് ചെയ്തിരുന്നു. ആൻഡ് ഇതെല്ലാം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒരു ഫോക്ലോർ ബേസ് ചെയ്തിട്ടുകൊണ്ടുള്ള ഒരു സിനിമ തന്നെയായിരിക്കും മലൈക്കോട്ടെ വാലിബൻ. ആൻഡ് ഓൾസോ ഒരു റെസ്ലിംഗ് ടീമായിട്ടുള്ള ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു മൊത്തം അപ്പോൾ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങിയ സമയം തൊട്ട് വലിയൊരു കാലൊക്കെയുള്ള ആ ഒരു പിക്കൊക്കെ റിലീസ് ചെയ്ത സമയം തൊട്ട് എനിക്ക് തോന്നിയൊരു കാര്യം, ജിയോഗ്രഫിക്കലി ഒരുപാട് രീതിയിലുള്ള ആ ഒരു സ്ഥലവും അല്ലെങ്കിൽ ആ ചുറ്റുപാടുകളും അല്ലെങ്കിൽ ആ മൊത്തത്തിലുള്ള ഒരു നേച്ചർ അത്രത്തോളം റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സിനിമ തന്നെയായിരിക്കും മലൈക്കോട്ടെ വാലിബൻ എന്നുള്ള ഒരു ഹിന്റ് തന്നെയാണ് ഇപ്പൊ ഈ ടീസറും തന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് ആ ഷാൾ ഇങ്ങനെ എറിയുന്നതും അല്ലെങ്കിൽ ഒരു മണ്ണിന്റെ അല്ലെങ്കിൽ ഷാൾ ഇങ്ങനെ വലിക്കുമ്പോൾ ഉള്ള മണ്ണിന്റെ മൂവ്മെന്റ്സും എല്ലാം കൊണ്ടും തന്നെ നേച്ചറും അല്ലെങ്കിൽ ഈ റെസ്ലിംഗും എത്രത്തോളം കണക്റ്റഡ് ആയിരിക്കും അല്ലെങ്കിൽ അവിടെയുള്ള ഒരു ഫോക്ലോറൊക്കെ ആ ഒരു സ്ഥലത്തെയുള്ള കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് എങ്ങനെയായിരിക്കും LJP സ്റ്റോറിനെ ഡെലിവർ ചെയ്യാൻ പോവുക എന്നുള്ള ഒരു കാത്തിരിപ്പാണ് ഇനിയുള്ളത്. 2024 ജനുവരി 25-നാണ് പടം റിലീസ്. ആൻഡ് അത്രയും ഇപ്പൊ തന്നെ പലയിടത്തും തിയേറ്റർ ചാർട്ടിങ്ങുകളും അല്ലെങ്കിൽ അതിന്റെ രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ലാസ്റ്റ് അദ്ദേഹത്തിന്റെ ഒരുപാട് സിനിമകൾ ഇപ്പോൾ പ്രതീക്ഷിച്ച രീതിയിൽ എത്തിയിട്ടില്ല, അല്ലെങ്കിൽ വൻ ഫ്ലോപ്പുകളിലേക്ക് പോവുകയും ചെയ്തിരുന്നു. ബട്ട് ഇതൊരു ഗ്രേറ്റസ്റ്റ് കംബാക്ക് അല്ലെങ്കിൽ നല്ലൊരു പടം തന്നെ ആവട്ടെ എന്നുള്ള ഒരു പ്രതീക്ഷയാണുള്ളത്. പ്രത്യേകിച്ച് എന്തായിരിക്കും ഈ ഒരു ക്യാരക്ടറിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു സിനിമയുടെ സ്റ്റോറി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതൊക്കെ അത്രയും കാത്തിരിപ്പോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ നൻപകൽ നേരത്തെ മയക്കത്തിലൂടെ മമ്മൂട്ടിയുടെ ഒരു ക്യാരക്ടറിനെ എക്സ്പ്ലോർ ചെയ്ത ഒരു ലെവൽ നമ്മൾ ഇതുവരെ മറന്നിട്ടില്ല. ആൻഡ് ഇതിൽ എന്തായിരിക്കും എന്നുള്ള ഒരു കാത്തിരിപ്പാണ് ഇനി. ആൻഡ് എന്തായാലും തീർച്ചയായിട്ടും ഒരു കാര്യം ഉറപ്പാണ്, സാധാരണ ഒരു ആക്ഷൻ മൂവിക്ക് അപ്പുറം തന്നെ ഒരുപാട് രീതിയിൽ സംസാരിക്കപ്പെടുന്ന ഒരു ചിത്രം തന്നെയായിരിക്കും മലൈക്കോട്ടെ വാലിബൻ. പ്രത്യേകിച്ച് ആ ഒരു റെസ്ലിംഗിന്റെ എന്തെങ്കിലും പ്രത്യേകതകളോ അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടറിന്റെ ചിലപ്പോൾ അറിയാത്ത, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഐതിഹ്യമാലയുള്ള കുളപ്പുറത്തു ഭീമൻ എന്ന് പറയുന്ന ആ ഒരു ശക്തിശാലിനെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റോറി. ആൻഡ് ഈ മലൈക്കോട്ടെ വാലിബന്റെ പോസ്റ്റർ റിലീസ് ആയ സമയം തൊട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ്, ഇതെന്തായാലും ഒരു അത്യാവശ്യം ഒരു ഫെയറി ടൈൽ പോലുള്ള ഒരു സ്റ്റോറി തന്നെയായിരിക്കും ഡിമാൻഡ് ചെയ്യാൻ പോകുന്നത്. പ്രത്യേകിച്ച് എങ്ങനെയായിരിക്കും ഒരു റെസ്ലിംഗിന് പ്രിപ്പയർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ചുറ്റുപാടുകൾ എങ്ങനെയായിരിക്കണം ഒരു റെസ്ലറിനെ ഫേവറബിൾ ആയിട്ട് എഫക്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളായിരിക്കണം സിനിമയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്തായാലും കാത്തിരിക്കാം. എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക് ടീസർ കണ്ടപ്പോൾ തോന്നിയ കാര്യങ്ങൾ കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ നിങ്ങൾ മുമ്പിലേക്ക് എത്തുന്നവരെ ബൈ.